പ്രിയപ്പെട്ട ട്രെയിനികളെ, മലമ്പുഴ ഗവൺമെൻറ് ITI ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് മൻസൂർ അലി, ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നമുക്കിന്ന് പഠിക്കാനുള്ള പാഠഭാഗം ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററാണ്. ഇത് ഇലക്ട്രോണിക് മെക്കാനിക്, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസ് എന്നീ ട്രേഡുകളിലെ ഒന്നാം വർഷ ട്രെയിനികൾക്കും ഇലക്ട്രീഷ്യൻ, വയർമാൻ എന്നീ ട്രേഡുകളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കും സിലബസിൽ ഉള്ളതാണ്. നമുക്ക് ഇവയെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് പഠിക്കാമെന്ന് നോക്കാം. ആദ്യമായി FETയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് FET ഓവർ BJT. ഒരു ഓർഡിനറി ട്രാൻസിസ്റ്റർ BJT എന്ന് പറയുന്നത് ഒരു സാധാരണ ട്രാൻസിസ്റ്റർ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ FETയുടെ അഡ്വാൻറ്റേജ് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് FET, ഓപ്പറേഷൻ ഓഫ് FET, ദെൻ ഫൈനലി ഡിഫറൻസ് ബിറ്റ്വീൻ FETs ആൻഡ് BJT. ഒരു ഓർഡിനറി ട്രാൻസിസ്റ്ററും FETയും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് FET നോക്കാം. FET അഥവാ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് തന്നെയാണ്, വിച്ച് ഡിപ്പെൻഡ്സ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ ഓൺ ദ കൺട്രോൾ ഓഫ് കറൻറ്റ് ബൈ ഇലക്ട്രിക് ഫീൽഡ്. അത് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു? ഓപ്പറേഷൻ ഓൺ കൺട്രോൾ ഓഫ് കറൻറ്റ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സഹായത്താൽ അതിന് കറൻറ്റ് കൺട്രോൾസ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് FETയുടെ ഡെഫിനിഷൻ. FETയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, FETയിൽ കറൻറ്റ് ഫ്ലോ മെജോറിറ്റി കാരിയർ കൂടാണ് കറൻറ്റ് ഫ്ലോ ഉണ്ടാകുന്നത്. റേഡിയേഷൻ ഇമ്മ്യൂണാണ്. പിന്നെ അതിൻ്റെ ഇൻപുട്ട് ഇംപെഡൻസ് അഥവാ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. നോയ്സ് ലെവല് BJTയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഓർഡിനറി ട്രാൻസിസ്റ്ററിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഓഫ്സെറ്റ് വോൾട്ടേജ് വളരെ നോതൻ ആയിരിക്കും. സീറോ ഡ്രെയിൻ കറൻറ്റിൽ കുറഞ്ഞ സമയത്ത് ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ടാവില്ല. തെർമൽ സ്റ്റെബിലിറ്റി ഹൈ ആയിരിക്കും. ഇവയാണ് നമുക്ക് ഒരു FETയെ സംബന്ധിച്ച് പറയാനുള്ള അഡ്വാൻറ്റേജുകൾ. ഒരു FETയുടെ സിമ്പിളാണ് കാണിക്കുന്നത്, ശ്രദ്ധിക്കുക. FETയിൽ N ചാനൽ FETയും P ചാനൽ FETയും ഉണ്ട്. അവിടെ സിമ്പിൾ രണ്ടിൻ്റെയും സിമ്പിൾ നമുക്ക് തിരിച്ചറിയാം. N ചാനലാണെങ്കിൽ ആരോ അകത്തായിരിക്കും, ഗേറ്റിൽ നിന്നുള്ള ആരോ അകത്തോട്ടും. P ചാനലാവുന്ന സമയത്ത് ആരോ പുറത്തോട്ടും ആയിരിക്കും. ട്രാൻസിസ്റ്റർ പോലെ തന്നെ ട്രാൻസിസ്റ്ററിലും ആരോ ഉണ്ട്. ഇത് നമുക്ക് N ആവുന്ന സമയത്ത് ആരോ അകത്തും, P ചാനലാവുമ്പോൾ ആരോ പുറത്തോട്ടുമായിരിക്കും. FETയുടെ ക്ലാസിഫിക്കേഷൻ. FET പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം: JFET, MOSFET. JFET N ചാനലും P ചാനലുമായി തരംതിരിക്കുന്നു. MOSFET അഥവാ മോസ്ഫെറ്റിനെ ഡിപ്ലീഷൻ ടൈപ്പും എൻഹാൻസ്മെൻറ്റ് ടൈപ്പുമായി തിരിക്കും. ഇവയിൽ ഓരോന്നും തന്നെ Pയും Nയുമായി തരംതിരിക്കുന്നു. അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ മോസ്ഫെറ്റുമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട്. ഒരു FETയെ സംബന്ധിച്ച് കൺസ്ട്രക്ഷൻ അനുസരിച്ച് FETയെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് N ചാനൽ FETയും P ചാനൽ FET. നേരത്തെ പറഞ്ഞ പോലെ തന്നെ N ചാനൽ FETയും P ചാനൽ FETയും. FET ടെർമിനൽസുകളിറ്റി നോക്കാം. FETയിൽ 3 തരത്തിലുള്ള ടെർമിനൽസാണ്. 3 ടെർമിനലാണ് FETയിൽ കാണുന്നത്: ഡ്രെയിന്, സോഴ്സ്, ഗേറ്റ്. ടെർമിനലിനോടൊപ്പം തന്നെ ഇവിടെ ഒരു കൺസെഷണൽ ഡീറ്റെയിൽസ് വരച്ചിട്ടുണ്ട്. ഇടതുഭാഗത്ത് P ചാനൽ FETയും വലതുഭാഗത്ത് N ചാനൽ FETയുമാണ് കാണിച്ചിരിക്കുന്നത്. P ടൈപ്പ് ലെയർ എന്നൊരു ചാനൽ ഭാഗം കാണിച്ചിട്ടുണ്ട് P ചാനലിൽ. അവിടെ രണ്ട് ഭാഗത്തും P ചാനലിൽ നടുവിലായിട്ട് P ടൈപ്പ് ചാനൽ കാണിച്ചിട്ടുണ്ട്. എന്നിൽ അതുപോലെ തന്നെ N രണ്ട് ഭാഗത്തും കാണിച്ചിട്ടുണ്ട്. അത് ഗേറ്റിന് 2 ഗേറ്റുകൾ തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അവിടെ ഗേറ്റ് ടെർമിനൽ, അവിടെ നിന്ന് പുറത്തേക്ക് എടുത്ത ടെർമിനലാണ് ഗേറ്റ്. മുകളിലായിട്ട് ഡ്രെയിനും താഴെ സോഴ്സ് ടെർമിനലുമാണ്. അതേപോലെ തന്നെ N ചാനൽ FETയും. N ചാനൽ FETയിൽ N ടൈപ്പ് ചാനലിനെ കാണിച്ചിരിക്കുന്നു. 2 വശത്തുമായി P ടൈപ്പ് ലെയറുകളുണ്ട്. എന്നാൽ പ്രാക്ടിക്കലി ഒരു ഫിസിക്കൽ കണ്ണിൽ
ചില FETകളിൽ മെറ്റൽ ടൈപ്പ് FETകളിലെല്ലാം ഒരു നാലാമതൊരു ടെർമിനൽ കാണാൻ സാധിക്കും. അതിനെ നമ്മൾ ഷീൽഡ് ടെർമിനൽ എന്ന് വിളിക്കും. FETയുടെ ഓപ്പറേഷൻ നമുക്ക് സിമ്പിളായിട്ട് തന്നെ FET ഓപ്പറേറ്റ് നമുക്ക് പറയാം. ഒരു വാട്ടർ ടാപ്പിൽ നിന്നും വെള്ളം വരുന്നതിനെ കമ്പയർ ചെയ്ത് നോക്കാം. വരുന്ന ഭാഗത്ത് നമുക്ക് സോഴ്സ് എന്ന് പറയുന്നു, താഴെ വീഴുന്നത് അത് ഔട്ട്പുട്ട് ഭാഗത്തെ ഡ്രെയിൻ എന്ന് പറയാം. ഇവിടെ ഒരു ഗേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നമുക്ക് തന്നെ അതിൻ്റെ വാൾവ്, അതായത് ടാപ്പിലെ ഭാഗമായിട്ട് കമ്പയർ ചെയ്യാം, ടാപ്പിലെ കൺട്രോൾഡ് വാൾവായിട്ട് കാണിക്കും. അപ്പോൾ ഈ ഗേറ്റ് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ട് ആയ ഡ്രെയിനിലേക്ക് വ്യത്യാസം, അതായത് വെള്ളം വീഴുന്ന ഭാഗം നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും. ഈ ഗേറ്റ് എന്ന വാൾവ് തിരിക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ശക്തി കൂടുകയും കുറയുകയും ചെയ്യുന്ന പോലെ തന്നെ ഗേറ്റ് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് എന്തായിരിക്കും, ഡ്രെയിനിലുണ്ടാവുന്ന ഡ്രെയിൻ കറൻറ്റ് വ്യത്യാസം വരും. ഓപ്പറേഷൻ ഓഫ് FET, എങ്ങനെ FET ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതൊരു N ടൈപ്പ് ചാനൽ അല്ലെങ്കിൽ N ചാനൽ FET ആണ് കാണിച്ചിരിക്കുന്നത്. N ടൈപ്പ് ചാനലിൽ 2 P ലെയറുകളുണ്ടാവും. അതിൽ നിന്നായിരിക്കും ഗേറ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടാകുന്നത്. ഇതിൽ ബയാസ് ചെയ്തിരിക്കുമ്പോൾ സോഴ്സ് ഡ്രെയിൻ. അപ്പോൾ സോഴ്സ് ഇവിടെ N ചാനൽ FETയിലെ സോഴ്സ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ടാവും. സോഴ്സിനെ അപേക്ഷിച്ച് ഡ്രെയിനിന് പോസിറ്റീവ് വോൾട്ടേജും കിട്ടുന്നു. ഗേറ്റ് എല്ലായ്പ്പോഴും റിവേഴ്സ് ബയാസ് ആയിരിക്കും. ഇവിടെ P ടൈപ്പ് ഗേറ്റ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊണ്ട് ബയാസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS എന്ന വോൾട്ടേജ് കൊണ്ടാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. VDS എന്ന വോൾട്ടേജ് കൊണ്ട് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് റിവേഴ്സ്ഡ് ബയാസ്ഡ് വോൾട്ടേജ് ആയിരിക്കും. ഗേറ്റ് ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് ഗേറ്റിൽ നിന്നും പ്രാക്ടിക്കലി 0 കറൻ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആസ് വി ഇൻക്രീസ് റിവേഴ്സ് ബയാസ് ഓൺ ദ ഗേറ്റ്, അല്ലെങ്കിൽ റിവേഴ്സ് വോൾട്ടേജ് ഓൺ ദ ഗേറ്റ്, റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുന്നത് അനുസരിച്ച് ചാനൽ വിഡ്ത്ത് ഈസ് ഡിക്രീസ്, ആ ചാനലിലുണ്ടാവുന്ന വിഡ്ത്ത് ഡിക്രീസ് ചെയ്തു വേണം. ഇതുകൊണ്ട് ഗേറ്റിലെ വോൾട്ടേജ്, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഒരു VGS എന്ന വോൾട്ടേജ് കൊണ്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗേറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ബൈ ദ സപ്ലൈ VGS എന്ന സപ്ലൈ കൊണ്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഗേറ്റ് റിവേഴ്സ് ബയാസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് ഇൻക്രീസ് ദ ഡിപ്ലീഷൻ റീജിയൻ വൈഡൻസ്, ആ ഡിപ്ലീഷൻ റീജിയനെ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ വൈഡ് ചെയ്യപ്പെടുകയും മാത്രമല്ല ചാനൽ വിഡ്ത്ത് കുറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഡ്രെയിൻ കറൻറ്റ് ഡിക്രീസ് ചെയ്യപ്പെടും. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ വൈഡ് ചെയ്യപ്പെടുകയും ചാനൽ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യപ്പെടുകയും ഡ്രെയിൻ കറൻറ്റ് കുറയ്ക്കപ്പെടുകയും. ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിൻ്റെ കൺട്രോളാണ് ഡ്രെയിൻ കറൻറ്റിന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വോൾട്ടേജാണ് കറൻറ്റ്, ഔട്ട്പുട്ട് കറൻറ്റിന് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വന്ന് ചാനലിനെ മുഴുവനായിട്ട് ക്ലോസ് ചെയ്യപ്പെട്ടാൽ ആ റീജിയൻ നമ്മൾ പിഞ്ച് ഓഫ് റീജിയൻ എന്ന് വിളിക്കും. ദിസ് റെഡ്യൂസസ് ഡ്രെയിൻ കറൻറ്റ് ടു 0. അങ്ങനെ ഈ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൂടി വന്ന് ഡ്രെയിൻ കറൻറ്റ് കുറഞ്ഞു വന്ന് 0ലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ ആ എത്തുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെ വെൻ ദ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ ഡ്രെയിൻ കറൻറ്റ് ഈസ് 0 ഈസ് കോൾഡ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. ഏത് പോയിൻറ്റിലാണോ, ഏത് വോൾട്ടേജിലാണോ ഡ്രെയിൻ കറൻറ്റ് 0ലേക്ക് എത്തുന്നത് ആ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നമുക്ക് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് വിളിക്കും. FETയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. പിഞ്ച് ഓഫ് വോൾട്ടേജ് ദ വോൾട്ടേജ് വെൻ ദ ഡ്രെയിൻ കറൻറ്റ് ഈസ് 0 എത്തുന്ന സമയത്തുള്ള ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനെ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നു. ഒരു ബയാസ് ഇത് ശ്രദ്ധിക്കുക, ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല, അത് റിവേഴ്സ് ബയാസ് തുല്യം. ഇവിടെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് മാത്രം അപ്ലൈ ചെയ്യപ്പെടുന്നു. ആ സമയത്ത് ചാനലിൻ്റെ വിഡ്ത്ത് നന്നായിട്ടുണ്ട്, അതിൽ കൂടി നല്ല കറൻറ്റ് ഇങ്ങനെ ഒഴുകാൻ സാധിക്കും. അപ്പോൾ കറൻറ്റ് ഇതിൽ കൂടി ചാനലിൻ്റെ വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് കറൻറ്റ് ഇങ്ങനെ വളരെ നന്നായിട്ട് ഇങ്ങനെ കറൻറ്റ് കൂടുതലായിട്ട് ഒഴുകുക. കറൻറ്റ് ഇങ്ങനെ ഒഴുകുന്ന ശ്രദ്ധിക്കേണ്ട, കറൻറ്റ് ഇങ്ങനെ ആരോ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, കറൻറ്റ് നന്നായിട്ട് ഇങ്ങനെ ഒഴുതായിട്ട് കാണും. ഇനി നമ്മൾ ഇതിനെ ബയാസിങ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഗേറ്റിനൊരു ബയാസിങ് കൊടുത്തു. ഒരു ഗേറ്റിന് ബയാസിങ് കൊടുക്കുമ്പോൾ റിവേഴ്സ് ബയാസ്ഡ് ഗേറ്റാണ്. Pയിലോട്ട്
ഒരു നെഗറ്റീവ് വോൾട്ടേജാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗേറ്റിനോട് ബയാസിങ് കൊടുക്കുമ്പോൾ അവിടെ നോക്കുക, ശ്രദ്ധിക്കുക, ചാനലിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെ ചാനലിൻ്റെ വിഡ്ത്ത് കുറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക, കറണ്ടിൻ്റെ ഫ്ലോ കുറഞ്ഞു. ചാനൽ ഇടുങ്ങിയപ്പോൾ കറണ്ട് ഒഴുകാനുള്ള ആ പ്രവണത കുറഞ്ഞു. ശ്രദ്ധിക്കുക, നേരത്തെ അപേക്ഷിച്ച് രണ്ടാമത്തതിൽ കറണ്ട് വളരെ കുറഞ്ഞു. കാരണം മറ്റേ ചാനലിൽ കറണ്ട് അധികം ഒഴുതപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ചാനൽ ഇടുങ്ങിയപ്പോൾ കറണ്ട് കുറഞ്ഞു വന്നു. അപ്പോൾ ഗേറ്റ് വോൾട്ടേജാണ് ഔട്ട്പുട്ടിലായ ഡ്രെയിൻ കറൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു FET സംബന്ധിച്ച് പറയുകയാണെങ്കിൽ FET ഒന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസാണ്. ഗേറ്റ് വോൾട്ടേജ് കൺട്രോൾ ഔട്ട്പുട്ട് കറൻറ്റിനെ അല്ലെങ്കിൽ ഡ്രെയിൻ കറൻറ്റിനെ കൺട്രോൾ ചെയ്യപ്പെടുന്നു. അത് ടു കൺട്രോൾ ഡ്രെയിൻ കറൻറ്റ് FET മേക്സ് യൂസ് ചാനൽ ഫോംഡ് ബൈ സ്പേസ് ചാർജ് റീജിയൻ ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ബാർ. അപ്പോൾ ഗേറ്റിനോട് സ്പേസ് ചാർജ് റീജിയൻ ഫോം ചെയ്യപ്പെടുന്നു. അങ്ങനെ ഡ്രെയിൻ കറൻറ്റ് FET കൺട്രോൾ ചെയ്യപ്പെടുന്നു. ടു കൺട്രോൾ ദ ഡ്രെയിൻ കറൻറ്റ് FET മേക്സ് യൂസ് ഓഫ് ചാനൽ ഫോംഡ് ബൈ സ്പേസ് ചാർജ് റീജിയൻ ബിറ്റ്വീൻ ദ ഗേറ്റ് ആൻഡ് ബാർ. അപ്പോൾ FETയിലെ ഡ്രെയിൻ കറൻറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജാണ്. മാത്രമല്ല അത് ഇതിൻ്റെ ചാനൽ വിഡ്ത്ത് കുറയ്ക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, ബൈ ഇൻക്രീസിങ് ദ റിവേഴ്സ് ബയാസ് വിഡ്ത്ത് ഓഫ് ദ സ്പേസ് ചാർജ് ഡിക്രീസ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ചാനൽ വിഡ്ത്ത് കുറയ്ക്കപ്പെടുന്നു. ആസ് എ റിസൾട്ട് ദ ചാനൽ റെസിസ്റ്റൻസ് ഇൻക്രീസ്. ചാനൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡ്രെയിൻ കറൻറ്റ് കുറയുന്നു. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ N ചാനൽ ആൻഡ് P ചാനൽ FET. N ചാനൽ FETയും P ചാനൽ FETയും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത് ഒരു N ചാനൽ FET സംബന്ധിച്ച് കറൻറ്റ് കാരിയർ ആ ഇലക്ട്രോൺസ് ആണ്. P ചാനൽ FETയിൽ കറൻറ്റ് കാരിയർ ഹോൾസ് ആയിരിക്കും. നമുക്കറിയാം N എന്ന് പറഞ്ഞാൽ ഒരു N ടൈപ്പ് നെഗറ്റീവ് ടൈപ്പ്, അത് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും ധാരാളം ഉണ്ടാവുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഇലക്ട്രോൺസ് ആണ്. P ആവുന്ന സമയത്ത് P4 പോസിറ്റീവ്, അപ്പോൾ ഹോൾസ് ആയിരിക്കും ഉണ്ടാകുന്നത്. രണ്ടാമത്തെ പോയിന്റ്, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഓൾമോസ്റ്റ് ട്വൈസ് ദാറ്റ് ഓഫ് ഹോൾസ് ഇൻ P ചാനൽ FET. ഒരു N ചാനൽ FETയിൽ ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി P ചാനൽ FETയിലെ ഹോൾസിനെ അപേക്ഷിച്ച് കൂടുതൽ ആയിരിക്കും. എന്നാൽ ഒരു P ചാനലിൽ വളരെ പുവറായിരിക്കും. പിന്നെ N ചാനലിനെ സംബന്ധിച്ച് നോയ്സ് വളരെ കുറവാണ്. P ചാനലിൽ N ചാനലിനെ അപേക്ഷിച്ച് എന്തായിരിക്കും, നോയ്സ് സ്വല്പം കൂടുതൽ ആയിരിക്കും. P ചാനൽ FET, N ചാനൽ FETയും P ചാനൽ FETയും എന്ന് പറഞ്ഞ് അതിൽ P ചാനൽ FETയുടെ പ്രത്യേകത വെച്ചാൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ചിത്രം ശ്രദ്ധിക്കുക, ഒരു P ചാനൽ FETയെ ബയാസ് ചെയ്തിട്ടുണ്ട്. P ചാനൽ FETയിൽ സോഴ്സിന് പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് P ചാനലാണ്. അപ്പോൾ ഇവിടെ സോഴ്സിന് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നു. ആ സോഴ്സിൻ്റെ പോസിറ്റീവ് വോൾട്ടേജിനനുസരിച്ച് ഡ്രെയിനിന് നെഗറ്റീവ് വോൾട്ടേജ്, വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ഡ്രെയിനിന് നെഗറ്റീവ് വോൾട്ടേജ് കിട്ടുന്നു. ഗേറ്റിൽ ഇവിടെ N ലെയറാണ് ഗേറ്റ്. അപ്പോൾ N ലെയർ ആയതുകൊണ്ട് ഒരു VGSൽ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കേണ്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, ഇൻ എ P ചാനൽ FET source is connected to the positive end of the power supply and drain is connected to negative end. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ മേജർ ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. ഇതിൽ ഗേറ്റ് ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ നമ്മൾ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ FET ആൻഡ് BJT. ഒരു ഓർഡിനറി ട്രാൻസിസ്റ്ററും FETയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഒന്നാമതായി FET എന്ന് പറയുന്നത് ഒരു യൂണി പോളാർ ഡിവൈസാണ്. നമുക്ക് പേര് തന്നെ മനസ്സിലാവും, BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അതുപോലെ BJTയിൽ ബൈപോളാർ ഡിവൈസാണ്. FET നേരത്തെ പറഞ്ഞു, FET എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസാണ്. BJT കറൻറ്റ് കൺട്രോളാണ്. അപ്പോൾ ഔട്ട്പുട്ട് കറൻറ്റിനെ ഇൻപുട്ട് കറൻറ്റ് ആയിരിക്കും ഒരു ട്രാൻസിസ്റ്ററിൽ കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഒരു കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക് എടുത്ത് നോക്കുകയാണെങ്കിൽ കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക്കിൽ എന്താണ്, ഔട്ട്പുട്ട് കറൻറ്റ് IC ആണ്, ഇൻപുട്ട് കറൻറ്റ് IB ആണ്.
അപ്പോൾ ഐ സിയെ കൺട്രോൾ ചെയ്യുന്ന ഇവിടെ ഐ ബി ആയിരിക്കും അല്ലേ. ഐ ബിയിലെ വ്യത്യാസം അനുസരിച്ച് ഐ സി മാറ്റം വരും. അപ്പോൾ ഇൻപുട്ട് കറൻറ്റിന് ഐ ബി ആണ് ഐ സിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കറൻറ്റാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ എഫ് ഇ ടിയിൽ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഗേറ്റ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നു. ഇനി എഫ് ഇ ടിയിൽ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ കൂടുതലാണ്. ബി ജെ ടിയിലോ ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് കേട്ടോ ട്രാൻസിസ്റ്റർ. എഫ് ഇ ടി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. തെർമൽ സ്റ്റെബിലിറ്റി ഉയർന്നതാണ്, ബെറ്ററാണ്. ഇവിടെ സ്റ്റെബിലിറ്റി എഫ് ഇ ടി അപേക്ഷിച്ച് ലോ ആണ്. സ്വിച്ചിങ് സ്പീഡും കൂടുതലാണ് എഫ് ഇ ടിയിൽ, ബി ജെ ടിയിൽ ലോവറാണ്. നോയ്സ് വളരെ കുറവാണ് എഫ് ഇ ടിയിൽ. ഒരു എഫ് ഇ ടിയെ സംബന്ധിച്ച് ട്രാൻസിസ്റ്ററിൽ നോയ്സ് കൂടുതലാണ്. പിന്നെ ഈസി ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും എഫ് ഇ ടി. മറ്റേത് ഐ സിക്കകത്ത് ഒരു എഫ് ഇ ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടിനെയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഓർത്തേക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാന വ്യത്യാസം ഒരു 7 കാര്യങ്ങളാണ്. എഫ് ഇ ടിയുടെ അപ്ലിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എഫ് ഇ ടി എന്തെല്ലാം ഉപയോഗിക്കും? ഡി സി വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം, എ സി വോൾട്ടേജ് ആംപ്ലിഫയറിൽ ഉപയോഗിക്കും. എച്ച് എഫ് റേഞ്ചിലും എൽ എഫ് റേഞ്ചിലും എല്ലാം ഹൈ ഫ്രീക്വൻസിക്കും ലോ ഫ്രീക്വൻസിക്കെല്ലാം എ സി വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഒരു എഫ് ഇ ടി ഉപയോഗിക്കുന്നു. കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ അനലോഗിലും എസ്പെഷ്യലി ഡിജിറ്റലിലും എല്ലാം ഒരു എഫ് ഇ ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എഫ് ഇ ടിയുടെ പ്രധാന ആപ്ലിക്കേഷൻ ഒന്ന് ഡി സി വോൾട്ടേജ് ആംപ്ലിഫയർ, എ സി വോൾട്ടേജ് ആംപ്ലിഫയർ, കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എഫ് ഇ ടിയുടെ ഭാഗം. ഇനി തുടർന്നുള്ള മറ്റു ഡിവൈസുകളെക്കുറിച്ച് പഠിക്കാം. താങ്ക് യു.